യൗവനമേ ആത്മീയ യുദ്ധം അതിൻ്റെ ആഴങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ്. നിങ്ങൾക്ക് ആസ്വദിക്കാൻ അവകാശമുള്ള സന്തോഷത്തിന് ഒരു മുഖമുണ്ട്. അവൻ്റെ പേര് നസ്രാനായ യേശു ക്രിസ്തു എന്ന് മാത്രമാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി നസ്രാനായ യേശു എന്ന വാക്യം, ആ പേര് തന്നെ അങ്ങനെ ഉപയോഗിച്ചത് പത്രോസ്ലീഹായാണ്. വിദ്യാഭ്യാസമെന്നോ അതികഠിനമായ ജ്ഞാനിയെന്നോ ബോധ്യമില്ലാത്തവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത അറിവിനാൽ അവൻ അങ്ങനെ വിളിച്ചു. ആ വാക്യമാണ് ജീവിതത്തിൽ എത്രയോ വ്യക്തികളുടെ ആത്മീയ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കാരണമായ വലിയ സത്യമായി മാറിയത്. പ്രിയപ്പെട്ട യൗവനമേ, ആത്മീയ യുദ്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ ഇതും ഇതുപോലെ തന്നെ ഒരു വലിയ അനുഗ്രഹമായി മാറുകയാണ്. നമ്മൾക്കൊരുങ്ങാം. നമ്മുടെ ബൈബിളും നമ്മുടെ ബുക്കുമൊക്കെ എടുത്തു വെച്ച് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഇതൊരു പഠനവും അതോടൊപ്പം വലിയ അനുഗ്രഹവും കൂടിയാണ്. ഓർക്കുക, ഒരു തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഒരു വലിയ മേഖല നമ്മുടെ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്. തിയറി ആൻഡ് ലാബോറട്ടറി ആ സെഷൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ കയറുകയാണ്. ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ഒരുങ്ങുന്നു. കാത്തിരിക്കാം. ഒരു പ്രധാനപ്പെട്ട സർവേ, വേൾഡ്സ് ഡെഡ്ലിയസ്റ്റ് ആനിമൽസ്, ഇവർ കൊന്നൊടുക്കുന്ന മനുഷ്യരുടെ എണ്ണം പെർ ഇയർ എത്രയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിൽ ഷാർക്ക് ഒരു വർഷം 6 പേരെ കൊന്നൊടുക്കുന്നു. ലയൺ 500 പേരെ കൊന്നൊടുക്കുന്നു. എലിഫന്റ് 500 to 600 ആണ് അവരുടെ നമ്പേഴ്സ്. ഡോഗ്സ് 35,000. ഒരു സ്നേക്ക് ആകട്ടെ 1,00,000 പേരെ ഒരു വർഷം കൊന്നൊടുക്കുന്നു. എന്നാൽ മനുഷ്യനെ 4,40,000 പേരെ 4,40,000 ആണ് കൊല്ലുന്നത്. ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ, ലയണിൻ്റെയും എലിഫൻറ്റിൻ്റെയും മനുഷ്യൻ്റെയും വോംസിൻ്റെയും ഷാർക്കിൻ്റെയും ഫോക്സിൻ്റെയും ഒക്കെ നടുവിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നത് ഒരു ചെറിയ ജീവിയാണ്. അത് മറ്റാരുമല്ല, മോസ്കിറ്റോസ്, കൊതുകുകൾ. 7,50,000 ആളുകളെ ഒരു വർഷം പെർ ഇയർ അവ കൊന്നൊടുക്കും. ആത്മീയ യുദ്ധത്തിൽ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായി മാറുക. ടെൻഷൻ വലിയൊരു സംഭവമായി നമ്മൾ കാണാറില്ല. ഇന്നീ കാലഘട്ടത്തിൽ യൗവനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂവായി ഇത് മാറിക്കഴിഞ്ഞു. സ്ട്രെസ്സെന്നോ ടെൻഷനെന്നോ ഒക്കെ എടുക്കുന്ന ഒരു പോയിന്റിൽ ലോൺലിനെസ്, അതുപോലെ നെഗറ്റിവിറ്റി ഡെവലപ്പ് ചെയ്ത് ഇന്ന് കുട്ടികളുടെ നടുവിൽ നമ്മൾ എടുക്കുന്ന, വേണമെങ്കിൽ ഒരു ഫാഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ്. ബോഡി കട്ട് ചെയ്യുക, സ്ലഡ്ജിങ്, കട്ടിങ്, ബോഡി മുഴുവൻ മുറിച്ച് കുറച്ച് ബ്ലഡ് പുറത്ത് കളയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതോ തരത്തിലുള്ളൊരു സാഡിസം. നിരവധി കുട്ടികളിൽ ഇങ്ങനൊരു പ്രവണത ഡെവലപ്പ് ചെയ്യുന്നു. ഓർത്തുകൊള്ളുക, നിങ്ങൾ ഒരാത്മീയ യുദ്ധത്തിൻ്റെ തണലിലാണ്. പ്രിയപ്പെട്ട യൗവനമേ, ശ്രദ്ധിക്കുക. എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 12 ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, മറിച്ച് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യുക. വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദ ഫ്ലെഷ് ആൻഡ് ബ്ലഡ്. പക്ഷേ
നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാറില്ല. പ്രിൻസിപ്പാലിറ്റി, റൂളേഴ്സ്, അതോറിറ്റീസ് ആൻഡ് ദ ഡാർക്ക് ഏഞ്ചൽസ് ഇൻ ദ ഹെവൻലി റെലംസ്, ഇവിടെയൊക്കെയുള്ള ഫോഴ്സുകളാണ് നമ്മുടെ യുദ്ധത്തിന് ഓപ്പോസിറ്റ് നിൽക്കുക. ഓർക്കുക, 2 പാർട്ടികളെ യുദ്ധത്തിലുള്ളൂ, ആത്മീയ യുദ്ധത്തിൽ, ദൈവവും സൈറ്റനും. ഇവിടെ നമ്മളുടെ റോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുകയാണ്, അല്ല യഥാർത്ഥത്തിൽ ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യണം എന്നാണ് ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുക. എന്ന് വച്ചാൽ ക്ലിയർലി ഇങ്ങനെ തന്നെ പറയേണ്ടി വരും. ഈ ലോകത്ത് ജനിക്കുന്ന ഒരുവൻ ദൈവത്തിനോടൊപ്പം, ദൈവത്തിനോട് കൂടെ, ദൈവത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് യുദ്ധം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതൊന്നാമത്തെ പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു കാരണവശാലും യുദ്ധം ചെയ്യുന്ന 2 പാർട്ടികൾ തമ്മിൽ നമ്മൾ നിലനിൽക്കുന്ന സാധുതയാകുന്ന ദൈവവും സാത്താനും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി ഇല്ല. എന്ന് വച്ചാൽ എനിക്കൊരിക്കലും സാത്താനുമായി ഒരു ഉടമ്പടി ചെയ്യാൻ ആവില്ല. നിന്റെ ജീവിതത്തിൽ ഞാൻ ശല്യപ്പെടുത്തില്ല, നീ എൻ്റെ ജീവിതത്തിലും ശല്യപ്പെടുത്തരുത്. അങ്ങനൊരു ട്രീറ്റി സൈറ്റനുമായി നമുക്ക് ചെയ്യാൻ ആവില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ അറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം, യുദ്ധം എവ്രി നൗ ആൻഡ് ദെൻ, എവ്രി സെക്കൻഡ്സ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഞാൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും, ഞാൻ എക്സാം എഴുതുമ്പോഴും പഠിക്കുമ്പോഴും, ഞാൻ റിസൾട്ട് നോക്കുമ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും, ഫേസ് ചെയ്യുമ്പോഴും ആളുകളെ കൂട്ടിമുട്ടുമ്പോഴും, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാനൊരു റിട്രീറ്റും ഗ്രോത്തും ബൈബിൾ റീഡിങ്ങിന് വരെ ഒരുങ്ങുമ്പോഴും സൈറ്റൻ, നമ്മളുടെ എനിമി, നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോർത്ത് മെയിൻ പോയിന്റ്, വിക്ടറി. ഈ യുദ്ധത്തിൻ്റെ വിജയം ആരാണ് നിശ്ചയിക്കുക? ഇവിടെ ഈ എക്സാമിൽ പ്രോബബിലിറ്റി തിയറി വർക്ക് ചെയ്യുന്നില്ല, 50-50 ചാൻസ് ഇല്ല. ഇവിടെ യുദ്ധത്തിൽ വിജയം ഒരു സൈഡിൽ മാത്രമാണ് നിലനിൽക്കുക, അത് ദൈവത്തിൻ്റെ സൈഡാണ്. വിക്ടറി ബിലോങ്സ് ടു ഗാഡ്. ഇനി ഒരു കാര്യം കൂടെ, 5th പോയിന്റ്, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. എൻ്റെ എക്സാമിനെതിരെയാകാം, എൻ്റെ ജീവിതത്തിലെ ആരോഗ്യത്തിനെതിരെയാകാം, എൻ്റെ കുടുംബത്തിലെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനാകാം. ബാറ്റിൽ ബിലോങ്സ് ടു ഗാഡ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്, എല്ലാ ആയുധങ്ങളും സാത്താനെ ചെറുത്തു നിൽക്കുവാൻ നമ്മൾ ഏറ്റെടുക്കണം. പ്രിയപ്പെട്ട യൗവനമേ, ആത്മീയ യുദ്ധത്തിന് തണലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പറ്റും, നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യവും മഴ പെയ്യുന്നത് പോലെ, മഞ്ഞ പെയ്യുന്നത് പോലെ ഇന്ന് ഈ ആത്മീയ ജീവിതത്തിൽ ഒന്നും ഈസി അല്ല. എൻ്റെ ഫിസിക്കൽ വേൾഡും എൻ്റെ സ്പിരിച്വൽ വേൾഡും എന്ത് കാര്യവും ഡിക്റ്റേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വിജയം തന്ന ഒരു പോയിൻ്റായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ശക്തി, അതോടൊപ്പം അവൻ്റെ നെയിംസ്, അവൻ്റെ നാമത്തിൻ്റെ ശക്തി, ദൈവവചനത്തിൻ്റെ ശക്തി, ഇത് മൂന്നും മുറുകെ പിടിച്ച് ബാക്കിയുള്ള പോയിന്റുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ആത്മീയ യുദ്ധത്തിൽ നമ്മൾ തകർന്നു വീഴും. പ്രിയപ്പെട്ട യൗവനമേ, ജീവിതത്തിൽ ഒരു ഫെയിലിയറായി പോകുന്നെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളൊരു യുദ്ധത്തിൻ്റെ തണലിലേക്ക് മാറിയേ മതിയാവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചെറുതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ എടുത്തു വച്ച് മൊസ്കിറ്റോ പോലെ, കൊതുക് പോലെ ലോകത്തെ കൊന്നൊടുക്കുന്ന ഒരു കാര്യത്തെ
വളരെ ഇമ്പോർട്ടൻ്റായി കാണാതെ നമ്മൾ ചെറിയ കാര്യങ്ങളെ അവഗണിച്ച് വലിയ കാര്യങ്ങൾ മാത്രം, വേണമെങ്കിൽ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവയ്ക്ക് മാത്രം ഫോക്കസ് ചെയ്ത്, എന്നാൽ ദൈവവചനത്തിനും അതുപോലെ എൻ്റെ പേഴ്സണൽ ബൈബിൾ റീഡിങ്ങും പേഴ്സണൽ പ്രെയറിനും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനും പ്രാധാന്യം കൊടുക്കാതെ കടന്നുപോയാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടം അതിശക്തമായിരിക്കും. പ്രിയപ്പെട്ട യൗവനമേ, 2 കൊരിന്ത്യൻസ് 2-ാം അധ്യായം 11-ാം വാക്യം, സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ അജ്ഞരല്ലല്ലോ എന്ന് വെച്ചാൽ അവൻ്റെ സ്കീംസ്, അവൻ്റെ പ്ലാൻസ്, അവൻ്റെ സ്ട്രാറ്റജീസ്, സൈറ്റൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന എല്ലാ വഴികളും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഓർത്തുകൊള്ളുക, സൈറ്റൻ നമ്മൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും മുൻകൂട്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കണ്ടെത്തി അവയെ തകർത്താൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്ര വളരെ ഈസി ആയിരിക്കും. പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായുള്ള യാത്രയിൽ നമ്മളിങ്ങനെ ചിന്തിക്കാറില്ല. ബൈബിളിൽ ഒരു യൗവനമുണ്ട്, ഡാനിയേൽ. വിശുദ്ധിയിൽ ശക്തനായി നിൽക്കുന്ന ഒരു യുവാവ്. രാജാവിൻ്റെ വീഞ്ഞും മറ്റ് മാംസാദികൾ ഉപേക്ഷിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ തൻ്റെ ജീവിതത്തെ ഫാസ്റ്റിങ്ങിലൂടെ കൊണ്ടുപോകുന്ന യൗവനം. ഡാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ഒരു വലിയ സംഭവമുണ്ട്. ഇവിടെ ഡാനിയേലിനെ ഒരു വലിയ ദർശനം കാണിച്ചു കൊടുക്കുന്നു. ഒരു വലിയ യുദ്ധത്തിൻ്റെയും സത്യവുമായ ഒരു ദർശനം. ഇത് കഴിഞ്ഞപ്പോൾ ഡാനിയേൽ ഒരു വലിയ ഉപവാസം ഡിക്ലെയർ ചെയ്യുകയാണ്. 3 ആഴ്ചക്കാലത്തേക്ക് ഉപവാസം പ്രഖ്യാപിക്കുന്ന ഡാനിയേൽ ഉപവാസം തുടങ്ങി മുന്നോട്ടുള്ള യാത്രയിൽ ഡാനിയേൽ ആൻസർ കിട്ടാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ടൈഗ്രീസ് നദിയുടെ കരയിൽ വെച്ച് ഒരു വലിയ ദൈവദൂതനെ കാണുകയാണ്. സ്വർണം കൊണ്ടുള്ള അരപ്പട്ട കെട്ടി, ചണം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച, ചാക്കുവസ്ത്രം പോലുള്ള വസ്ത്രം ധരിച്ച ഒരു ദൂതൻ. ഇത് ഡാനിയേൽ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയുള്ളവർ അത് കാണുന്നില്ല. ഡാനിയേൽ അത് കണ്ട് പ്രജ്ഞയറ്റ് നിലംപതിക്കുകയാണ്. ഈ സമയം ദൂതൻ അവനോട് പറയുന്ന കാര്യമാണ്, ഡാനിയേലേ, നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി നിന്റെ ജീവിതത്തെ ദൈവത്തിനായി മാറ്റിയ സമയം തൊട്ട് നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നാൽ നിനക്ക് ആൻസർ തരുവാൻ, ഉത്തരം തരുവാൻ നിന്റെ അടുത്തേക്ക് വന്ന ഞാൻ 21 ദിവസം പേർഷ്യയുടെ ദൂതനുമായി മല്ലിടുകയായിരുന്നു. പിന്നീട് ഗബ്രിയേൽ മാലാഖ ഈ ദൂതനെ സഹായിക്കാൻ കടന്നു വരികയും ആ ദൂതനെ അവിടെ വിട്ടിട്ട് പോയി. ഈ ദൂതൻ ഇവിടെ തിരികെ വന്ന് ഡാനിയേലിന് ആൻസർ നൽകുകയും ചെയ്യുന്ന സമയം. ഇവിടെ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ഡാനിയേൽ ഹൃദയത്തിൽ എളിമയെടുത്തപ്പോൾ തൊട്ട് ദൈവത്തിൻ്റെ ആത്മീയ യുദ്ധം കാണിച്ചു കൊടുത്ത ആ ദർശനം അവൻ്റെ ജീവിതത്തിൽ വ്യക്തമാക്കി കൊടുക്കുകയാണ്. കാണുന്ന ദർശനം ഒരു വലിയ ആത്മീയ യുദ്ധം. അതിനുവേണ്ടി അവൻ തന്നെ എളിമപ്പെടുത്തി. ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ പറന്നിറങ്ങുകയാണ്. എന്നാൽ സ്പിരിച്വൽ റലമിൽ 2 വ്യക്തികൾ തമ്മിലുള്ള ഫൈറ്റ്. പേർഷ്യയുടെ ദൂതൻ യഥാർത്ഥത്തിൽ ഇരുട്ടിൻ്റെ, അന്ധകാരത്തിൻ്റെ, സൈറ്റൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അവൻ ഈ ദൂതനെ എതിർത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് മിഗയേൽ മാലാഖ ഹെൽപ്പിനായി, സഹായത്തിനായി കടന്നു വരികയും ഈ ദൂതനെ അവിടുന്ന് റിലീസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് ബൈബിള് അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, പിന്നീട് മനുഷ്യപുത്രൻ ഈ ഡാനിയേലിൻ്റെ നാവിൽ വളരെ ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സന്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. ഡാനിയേലായിട്ടും യൗവനത്തിൽ തിളയ്ക്കുന്ന ആത്മീയത എടുത്തിട്ടും ഡാനിയേലിൻ്റെ ലൈഫിൽ യുദ്ധം ദൈവം കാണിച്ചു കൊടുത്തു. അതോടൊപ്പം
ഡാനിയലായിട്ട് പോലും ഡാനിയലിൻ്റെ അടുത്ത് ദൂതന് കടന്നു വരുവാൻ സാധിച്ചില്ല. ഇവിടെ പേർഷ്യയുടെ ദൂതൻ കണ്ണുവെച്ചു ദൈവത്തിൻ്റെ ദർശനം അവനിൽ എത്താതിരിക്കാൻ. പ്രിയപ്പെട്ട യൗവനമേ, ഓർത്തുകൊള്ളുക, അറിഞ്ഞാലും കൊള്ളാം അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ യുദ്ധത്തിലാണ്. യൗവനമേ, നമ്മൾക്കൊരുങ്ങാം. ഒരു അഡ്മിഷനാകാം, ലൈഫിൽ ഒരു ജോബാകാം, ഒരു കരിയറാകാം, എൻ്റെ വിവാഹമാകാം, ഒരു പുതിയ രാജ്യമാകാം, ഒരു വിസയാകാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആകാം. യുദ്ധം നമ്മുടെ നെഞ്ചിൽ ഏറ്റെടുക്കുവാൻ ഇന്ന് കരുത്തുള്ളവരാകാം. കഴിഞ്ഞ നാളിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി റിസൾട്ട് കിട്ടി പുറത്തേക്ക് പോകുവാൻ ഒരുങ്ങി നിന്ന ഒരു ചെറുപ്പക്കാരൻ സീരീസ് ഓഫ് ആക്സിഡൻറ്റിലൂടെ കടന്നു പോകുന്നതായി അവന് മനസ്സിലായി. എന്ന് വെച്ചാൽ അവന് ഫ്ലൈ ചെയ്യേണ്ട സമയത്തിന് മുമ്പ് തന്നെ അവൻ്റെ ജീവിതത്തിൽ അപകടങ്ങളും അതോടൊപ്പം രോഗങ്ങളും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരുന്നു. ഒരു അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയമായി കടന്നു വന്നാൽ ഓർക്കുക, അതിനെ പ്രതിരോധിക്കാൻ സൈറ്റൻ ട്രൈ ചെയ്യും. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എതിർപ്പില്ലെങ്കിൽ, നമുക്കെതിരെ ഒരു പ്രശ്നങ്ങളില്ല എങ്കിൽ ദൈവം നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്ന്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായ ഒരു വ്യക്തി മുന്നോട്ട് കുതിക്കുന്ന സമയം അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മൂവ് ചെയ്യാൻ അവൻ തുടങ്ങുന്നത് തൊട്ട് എതിർപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ സൈറ്റൻ അവൻ്റെ മുമ്പിൽ ബ്ലോക്സും ബോണ്ടേജസും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ നിറഞ്ഞവനാണെങ്കിൽ 8:37 റോമ ബൈബിൾ വ്യക്തമാക്കുക, വി ആർ മോർ ദാൻ കോൺഗ്രസ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനാൽ സകല കാര്യങ്ങളും കീഴടക്കുവാൻ നമ്മൾക്ക് പറ്റും. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഒരു കീഴടക്കലിൻ്റെ സുവിശേഷം ബൈബിളിലുണ്ട്. സുവിശേഷം വേദനിക്കുന്നവർക്ക് ആശ്വാസം മാത്രമല്ല, തടവുകാർക്ക് മോചനം, ബന്ധിതർക്ക് വലിയ സ്വാതന്ത്ര്യം, ഇതൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സത്യമാണ് ദൈവത്തിൻ്റെ വചനം. തടവ് ജയിലല്ല, സാത്താൻ്റെ തടവിലാണ്. റോഡിലൂടെ നടക്കുമ്പോൾ, യൂണിവേഴ്സിറ്റിയിൽ, കോളേജുകളിൽ, ജോലി ചെയ്യുന്ന ചില മേഖലകളിൽ ഇവൻ തടവ് സൃഷ്ടിക്കും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ആത്മീയ യുദ്ധത്തിൻ്റെ വലിയ സാധ്യത ഇവിടെയാണ്. സാത്താനെ നിങ്ങൾ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകലും. യാക്കോബ് 4:7. സാത്താനെ ചെറുത്തു നിൽക്കണം, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകലും. ഇനി തൊട്ടു മുമ്പുള്ള വചനം ഇങ്ങനെയാണ് പറയുക, ദൈവത്തിന് നിങ്ങൾ വിധേയരായിരിക്കാൻ. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഇന്ന് തൊട്ട് ദൈവത്തിന് നമ്മൾക്ക് വിധേയരായിരിക്കാം. സാത്താനെ നമുക്ക് ചെറുത്ത് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ യുദ്ധത്തിലൂടെ കീഴടക്കുവാൻ നമുക്കൊരുങ്ങാം. പ്രിയപ്പെട്ട യൗവനമേ, ചെങ്കടൽ പോലെ ഒരു സാഹചര്യമാകാം നിങ്ങൾ ഫേസ് ചെയ്യുക. മുമ്പിൽ വലിയ വെള്ളം, പുറകിൽ ഈജിപ്റ്റ്, രണ്ടും ശത്രുവാണ്. മുമ്പിൽ വഴിയില്ല, പുറകിൽ ശത്രുവും. എങ്ങോട്ട് തിരിയണമെന്നുള്ള ഒരു വലിയ കൺഫ്യൂസ്ഡ് സ്റ്റേജിലാകാം നമ്മൾ കടന്നു പോവുക. ചില കോഴ്സുകൾ, ചില ജീവിതത്തിൻ്റെ ചില ഡിസിഷൻസ്, ചില ഫൈനാൻഷ്യൽ ഏരിയാസ്, ചില കമ്മിറ്റ്മെൻറ്റ്സ്, ഇവിടെയൊക്കെ ഒരു ഡൗട്ടും കൺഫ്യൂഷനുമായി നമ്മൾ തകർന്നു നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട യൗവനമേ, മോശ തൻ്റെ അധികാരത്തിൽ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിന് മുകളിലേക്ക് നീട്ടുകയാണ്. രാവെളുപ്പോളം വലിയ കാറ്റ് കടന്നു വരികയാണ്. കടന്നു വരുന്ന കാറ്റ് പിറ്റേ ദിവസം ഈ ചെങ്കടലിനെ ഡിവൈഡ് ചെയ്യുകയാണ്. വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, മുമ്പോട്ടും പോകാൻ വഴിയില്ല, പുറകിലുള്ളവ എന്നെ വിഴുങ്ങുകയും ചെയ്യും. പുറകിലുള്ളവ
എന്നെ വിഴുങ്ങുമെന്ന് തോന്നിയാലും, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ ഒരു പോയിന്റ് എപ്പോഴും എടുത്തു വെക്കണം. ഒരു കാലത്തും ദൈവം നിന്നെ കൈവെടിയത്തില്ല. ഒരു കാര്യം നമ്മൾക്ക് ചിന്തിക്കാം. മുമ്പിലെ ചെങ്കടൽ, പുറകിലെ ശത്രു. പുറകിലുള്ള ശത്രു എന്നെ വിഴുങ്ങുമെന്നും മുമ്പിൽ വഴിയില്ലെന്നും ഒക്കെ തോന്നിയതാ. അതേത് സാധ്യതയും സാഹചര്യവും എന്ത് പ്രശ്നവും നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട പൈതലെ, ഇന്ന് നമുക്ക് ആ സംഭവങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്കൊരു യുദ്ധത്തിനൊരുങ്ങാം. യുദ്ധത്തിനൊരുങ്ങുവാനുള്ള എല്ലാ പ്രിപ്പറേഷനും ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. റോമ 8:31 പറയുക, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാണ് എതിര് നിൽക്കുക? ഇഫ് ദ ലോർഡ് ഈസ് വിത്ത് us, who can be stand against us? ഒന്ന് കണ്ണുകൾ അടച്ച് നിങ്ങൾ ഒരു നിരാശയിലും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലുമാകാം കടന്നു പോവുക. ഇന്ന് അങ്ങനെയുള്ളവർക്കുള്ള ഒരു ആത്മീയ യുദ്ധത്തിൻ്റെ സുവിശേഷമാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം. യേശുക്രിസ്തുവേ, അങ്ങല്ലാതെ ഒരു ദൈവം ലോക ചരിത്രത്തിൽ ഇല്ല. അങ്ങ് സൈന്യങ്ങളുടെ ശക്തനായ ധീരനായ സൈന്യങ്ങളുടെ കർത്താവാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്റെ നാമത്തിന് മുമ്പിൽ എല്ലാം മുട്ടും മടങ്ങും. ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന ഈ പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് ഈ ഇഷ്യൂവിനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ശാരീരികം, എൻ്റെ മാനസികം, എൻ്റെ ആത്മീയം, എൻ്റെ ഏത് മേഖലയിലുള്ള പ്രശ്നങ്ങൾക്കും നീ ഒരു പരിഹാരമാണ്. ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് സൊല്യൂഷൻ നീയാണെന്ന്. എൻ്റെ യേശുവേ, നിന്റെ നാമത്താലും നിന്റെ ശക്തിയാലും നിന്റെ വചനത്താലും നിന്റെ തിരിച്ചോര തുള്ളികളാലും ഞങ്ങൾ കടന്നു പോകുന്ന, ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം എൻ്റെ മുമ്പിൽ ഇല്ലാതാകട്ടെ. ഹല്ലേലൂയ. ദൈവം പലരെയും തൊട്ടുകൊണ്ടിരിക്കുന്നു. ചില പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ഇങ്ങനെ പറന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം ഒരു ആക്സിഡൻറ്റിന് ശേഷം ബോൺ ഫ്രാക്ചറായി, അത് പ്ലാസ്റ്ററൊക്കെ ഇട്ട് പലതവണ ട്രീറ്റ്മെൻറ്റ് കടന്നുപോയിട്ടും ഇപ്പോഴും നടക്കുവാൻ ബുദ്ധിമുട്ടുന്ന ഒരു ചെറുപ്പക്കാരനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ കരം പിടിച്ചു പറയുന്നു, എഴുന്നേൽക്കുവാനും നടക്കുവാനും. ജീവിതത്തിൽ വീഴ്ചയ്ക്ക് കാരണമായ ചില ചെയ്തികളുടെ വാക്യങ്ങളെയും പ്രവൃത്തികളെയും ദൈവത്തിന് മുന്നിൽ ഉപേക്ഷിക്കാം. തബീഥാക്കും, എഴുന്നേൽക്ക്, നിന്നെ ദൈവം കൈപിടിക്കുകയാണ്. ഇന്നത്തെ ആത്മീയ യുദ്ധം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരുങ്ങാം. ഇനിയുള്ള ദിവസങ്ങൾ ബൈബിളും ദൈവവചനവുമായി ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ചോസണിൽ സ്പിരിച്വൽ വാർഫെയർ, ക്രൈസ്റ്റ് കൾച്ചർ യൂണിവേഴ്സിറ്റി ഇന്ന് ഏറ്റെടുക്കുന്ന വലിയൊരു സംസ്കാരമാണ് യുദ്ധത്തിനൊരുങ്ങുക. ഷെക്കീന ചാനലും ക്രൈസ്റ്റ് കൾച്ചറും ഒരുമിച്ച് ഈ ഒരു സീരീസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ആത്മീയ യുദ്ധം, അതിൻ്റെ പല ഘട്ടങ്ങളും, എങ്ങനെയാണ് കടന്നു പോവുക, യുദ്ധത്തിൻ്റെ ആയുധങ്ങൾ, എങ്ങനെ യുദ്ധം ചെയ്യാം, എങ്ങനെയാണ് ഫേസ് ചെയ്യുക, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നമ്മൾ ഇന്ന് തൊട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ എപ്പിസോഡും 1-to-1 ആയി നിങ്ങൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം ഓരോ എപ്പിസോഡിലും ബൈബിളും ചെറിയൊരു ബുക്കും എടുത്തു വെച്ച് ഇതിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ട യൗവനമേ, ഏതെങ്കിലും കമൻസോ സജഷൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിനോട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സ്പിരിച്വൽ വാർഫെയർ, അതെ, ആത്മീയ യുദ്ധം ചോസനായ ഒരു ജനത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ഒരു പേര് വെച്ചുകൊണ്ട് ഞങ്ങൾ വിളിക്കുന്നു. യേശുക്രിസ്തു നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ.